ഇതാ ഒരു ജാറെടുത്ത് ഈ അരിയൊക്കെ ഇതിലിട്ട് കൊടുക്കണം. ഇതാ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കണം. ഇതാ ഒരു പച്ചമുളക്, ഇതാ കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരയ്ക്കാം. ഇതാ ഒരു ചീനച്ചട്ടി എടുത്തു. വെളിച്ചെണ്ണ വേണം ഒഴിച്ച് കൊടുക്കാൻ, അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് വരിക. ഇതാ ഈ അരപ്പതിൽ ഒഴിച്ച് കൊടുത്തു. ഇതങ്ങനെ സിമ്മിൽ വെച്ചിട്ട് പതുക്കെ ഒന്ന് കുറുക്കിയെടുക്കണം. ഇതാ ഞാൻ ഉലുവച്ചീര കുറേ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം കേട്ടോ. വെന്തു പറഞ്ഞ ഇലയൊക്കെ അങ്ങനെ ചുരുങ്ങും, അപ്പോൾ ഈ ഇലയൊന്നും ഇങ്ങനെ കാണില്ല കേട്ടോ. ഇതാ ഇപ്പം ഇങ്ങനെ ടൈറ്റായി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതൊന്ന് ആറിയാൽ ഒന്നും കൂടി ഇതാവട്ടെ, അങ്ങനെ ആയിക്കിട്ടും. അതൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം. പച്ചരി, ഉലുവച്ചീര, തേങ്ങ, ഉള്ളിയൊക്കെ വെച്ചിട്ട്. ഇത് ചൂടാറി നന്നായിട്ടൊന്ന് കുഴച്ചു ചെറിയൊരു ഉരുളയാക്കി. കുറച്ച് മാവെടുത്തിട്ട് ഇതങ്ങനെ ഉരുളയാക്കി എന്നിട്ട് ഇങ്ങനെ ഉള്ളം കയ്യിൽ വെച്ചിട്ട് ഒരു ഷേപ്പിൽ ഇങ്ങനെ പരത്തിയിട്ടോ. അത്രയേ ഉള്ളൂ. ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് ഇങ്ങനെ പ്ലേറ്റിൽ വെച്ചു. അതേപോലെ വീണ്ടും അങ്ങനെ എണ്ണ എടുത്തു, കുറച്ചെടുത്തു. വെള്ളം കയ്യിൽ വെച്ച് ഇങ്ങനെ പരത്തി ആറുമ്പോഴാണ് അത് കയ്യിൽ ഒട്ടാതിരിക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ ഒട്ടുവേ. ഒത്തിരി ഒരുപാട് ഇതാവാനും വെള്ളം വറ്റാനും പാടില്ല. നന്നായിട്ട് വെള്ളത്തോടെ ആയാലും ബുദ്ധിമുട്ടാണ്, ഒട്ടും. ഇതൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ചു. എണ്ണ ഒഴിച്ച് തിരിച്ചും മറിച്ചിട്ട് കൊടുക്കുക. വെളിച്ചെണ്ണയാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ്. ഇത് പതുക്കെ സിമ്മിലിട്ടിട്ട് ഇങ്ങനെ മൊരിയിച്ചെടുക്കണം എന്നാണ് ടേസ്റ്റ്. അപ്പോൾ സിമ്മിൽ വെച്ചിട്ട് പതുക്കെ വെന്ത് വരുമ്പോഴേക്ക് ഇത്തിരി സമയമാവും. അപ്പോൾ അതിങ്ങനെ ഇവിടെ വേവുന്നേ ഉള്ളൂ, ഇവിടെ മൊരിയുന്നേ ഉള്ളൂ. ഇതങ്ങനെ ഞാൻ എല്ലാം ചുട്ടെടുത്തേ.